നമ്മളിപ്പോൾ കൊല്ലത്തുള്ള താനി ബീച്ചിൻ്റെ അടുത്ത് കൂടെ പോവുകയാണ്. കൊല്ലത്തുനിന്ന് നമ്മൾ പറവൂരേക്ക് പോകുന്ന ആ റൂട്ടിലാണ് ഈ താനി ബീച്ച്. മയ്യനാട്, ഇരവിപുരം ആ ഒരു സൈഡിലായിട്ട് വരും. വളരെ മനോഹരമായിട്ടുള്ളൊരു ബീച്ചാണ്. ഒരു സൈഡ് കായലും ഒരു സൈഡ് കടലുമായിട്ടാണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നേരെ കടലിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് റോഡ്. കണ്ട താനി ബീച്ചിൽ കടലിനോട് ചേർന്നിട്ടാണ് റോഡ് നിൽക്കുന്നത്. നമുക്കിവിടെ നല്ല പക്കയായിട്ട് കടൽ കാണാം. അടിപൊളി വ്യൂ ആണ് കടലിൽ ഇവിടെ. കണ്ടോ, നമ്മൾ വൈകുന്നേരം കൂടെ ആയതുകൊണ്ട് നല്ല സൂപ്പറായിരിക്കുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെയൊക്കെ മുട്ടിട്ടിട്ടുണ്ട്, വെള്ളം ഇങ്ങോട്ട് കയറാതിരിക്കാനാണെന്ന് തോന്നുന്നു. ഭയങ്കര ഭംഗിയായിട്ടുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. നേരെ നോക്കുമ്പോൾ ഉള്ള റോഡിൻ്റെ വ്യൂ. ഈ സൈഡിലായിട്ട് കായലും ഉണ്ട്. അതാ പോകുമ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ ഒക്കെ പൊട്ടൻഷ്യലുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. സത്യത്തിൽ നമുക്ക് ചെയ്തൊക്കെ ടൂറിസ്റ്റൊക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. കടലുണ്ട്, കായലുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ബോട്ടിങ് ആക്ടിവിറ്റീസ് ഒക്കെ. ഇവിടെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ഗവൺമെൻറ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ബീച്ച്. ഇവിടുത്തെ ഒരു വ്യൂ ആണ്, നല്ല അടിപൊളി വ്യൂ അല്ലേ, നല്ല മനോഹരമായിട്ടൊരു വ്യൂ ആണ് ഇവിടെ ഉള്ളത്. ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റുകളെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല കൊല്ലത്തിൻ്റെ വളരെ അടുത്താണ്. നമുക്ക് ടൂറിസത്തിൻ്റെ ആ ഒരു മാപ്പിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ കൊല്ലത്തിൻ്റെ. സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ആ ഒരു കാഴ്ച ഉണ്ട്, എന്ത് മനോഹരമായിട്ടുണ്ട് അല്ലേ. നമ്മൾ ആ ഒരു ലൈറ്റും സൂര്യൻ്റെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ദെൻ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങനെ ഈ സൈഡിൽ വന്ന് നിൽക്കുന്നുണ്ട്, ഫോട്ടോസൊക്കെ എടുക്കുന്നു. അതിൻ്റെ കാഴ്ച നല്ല മനോഹരമാണ്. പിന്നെ ഏറ്റവും നല്ല ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ കടൽ ഇങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് അടുത്ത് കാണാൻ പറ്റുന്ന പറഞ്ഞാൽ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഒരു നല്ലൊരു ബീച്ചാണ് കേട്ടോ, അടിപൊളി ബീച്ച്. വണ്ടി ഒന്ന് നിർത്തിയിട്ടൊന്ന് ഇറങ്ങി നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ കാഴ്ചയെന്ന് നോക്കാം. നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. എന്തായാലും ഇവിടെ നിർത്തിയേക്കാം. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് ഐസ്ക്രീം വണ്ടിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ടൂറിസ്റ്റുകളും കുറേ പേരൊക്കെ ഉണ്ട്. എന്തായാലും ഇവിടെ ഒന്ന് നിർത്തിയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് ഇവിടെ ചെറിയ കടയുണ്ട്. എന്തായാലും നോക്കാം ഇവിടുത്തെ കാഴ്ചകൾ എങ്ങനെയാണെന്ന് നോക്കാം. കൊല്ലത്തിൻ്റെ താനി ബീച്ചിൻ്റെ കാഴ്ചകൾ. ബീച്ചിൻ്റെ എൻട്രൻസിലേക്കുള്ള വഴി, ഇവിടെ എൻട്രി കയറി പോകുന്ന വഴി ഇതാണ്. നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഒരു ഇരിക്കാനുള്ള ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആരവിടെ എന്താ പറയുന്നത് പ്രോപ്പറായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇതാണ് ബീച്ചിലേക്ക് നടക്കുമ്പോഴുള്ള കാഴ്ചകൾ. എന്താ കടലിനെ കായലിനെയൊക്കെ മിഡിൽ കൂടെയാണ് റോഡ് പോകുന്നത്. നടന്ന് നമ്മൾ ബീച്ചിൻ്റെ ഈ ഏരിയയിലേക്ക് എത്തി. ഇത് നല്ല ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മൾ ഗോവ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോകുമ്പോഴേ കാണത്തില്ലേ കടലിൻ്റെ ഒരു രീതി, ആ ഒരു രീതിയിലുള്ള കടലാട്ടോ ഇവിടെ കാണുന്നത് കേട്ടോ. നല്ല അടിപൊളി സ്ഥലം. ബീച്ചിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ബസ് ഉണ്ടെന്ന് തോന്നുന്നു. ആ ബസ് വരുന്നുണ്ടോ, പ്രൈവറ്റ് ബസ് വരുന്നുണ്ട്. ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ആ പ്രൈവറ്റ് ബസ്സൊക്കെ വരുന്നുണ്ട്. ഇതാണ് ബീച്ചിലുള്ള കാഴ്ച. അടിപൊളിയായിരുന്നു, നല്ലൊരു ബീച്ചാണ്. ഈ വൈകുന്നേരങ്ങളിൽ ഇപ്പം ശരിക്കും ഒരു 5 മണി സമയത്താണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ സമയത്ത് പ്രത്യേകിച്ചും നല്ല മനോഹരമായിട്ടുണ്ട് ബീച്ച് കാണാൻ. അങ്ങോട്ടൊക്കെ ആ ബീച്ചിൻ്റെ ഒരു ഏരിയ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു ഏരിയയിലേക്കാണ് അവർ ഇങ്ങനെ ബീച്ചിൻ്റെ സൈഡായിട്ടൊക്കെ കെട്ടിയൊക്കെ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പോരാ സത്യത്തിൽ. ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് എടുക്കാനുള്ളൊരു പൊട്ടൻഷ്യലുള്ളൊരു ബീച്ചിൻ്റെ ഏരിയയാണ് കേട്ടോ. ഇത് ശരിക്കും നമ്മൾ വർക്കലയിൽ നിന്ന് വരികയാണെങ്കിൽ, നമ്മൾ വർക്കല സൈഡിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ വർക്കലയിൽ നിന്ന് കടലിൻ്റെ കരയിൽ കൂടെ കൊല്ലത്തേക്ക് പോകാനുള്ള റൂട്ടുണ്ട്. അപ്പോൾ ആ റൂട്ടിൽ കൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഇരവിപുരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് എത്തുന്നതിന് മുമ്പായിട്ടാണ് ആ പോകുന്ന റോഡിൻ്റെ സൈഡിലാണ് ഈ ബീച്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കുറേ എന്താ പറയുക ഒരു ലേക്കിൻ്റെ കുറേ ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു ബണ്ട് റോഡുണ്ട്. ആ റോഡിൽ കൂടെ നമ്മൾ വരുമ്പോഴാണ് ഈ ബീച്ച് കാണുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ഈ വഴി കൂടെ കൊല്ലത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബീച്ച് എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ.
നമുക്ക് എന്ത് രസമായിട്ടുണ്ട് കാണാൻ. കുറച്ച് നേരം ഇവിടെ നിന്നു. ഇനി വണ്ടി എടുത്ത് ഫ്രണ്ടിലേക്ക് പോയി നോക്കാം ബീച്ചിൻ്റെ മറ്റു സ്ഥലങ്ങളിലുള്ള കാഴ്ച എന്താണെന്ന് നോക്കാം. ഇതാണ് ബീച്ചിൻ്റെ ഇവിടെ നിന്നുള്ള കാഴ്ച. കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ ഉള്ളൂ, പ്രത്യേകിച്ച് ഇന്ന് വർക്കിംഗ് ഡേ ഒക്കെ ആയതുകൊണ്ടായിരിക്കാം. ശനി വെള്ളിയാഴ്ചയൊക്കെ അല്ലേ, അതുകൊണ്ട് കുറച്ച് പേരൊക്കെ ഉള്ളൂ. നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ തിരിച്ച് ബീച്ചിൽ നിന്ന് ഇറങ്ങി വണ്ടിയിലേക്ക് പോവാണ്. അത് ആ സൈഡിൽ കണ്ടോ, കായൽ പോലെ എന്തൊക്കെയാണ് കാണുന്നുണ്ട്. കായലിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ ഒരു പോലീസിൻ്റെ ഒരു സാറുണ്ടായിരുന്നു. പുള്ളി അവിടെ ചോദിച്ചു, അവിടെ ഡ്രെഡ്ജിങ് വർക്ക് നടക്കുന്നതാണ്. അവിടുന്ന് സംഭവങ്ങളിങ്ങനെ മണ്ണിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക, അതിൻ്റെ ആഴം കൂട്ടാൻ വേണ്ടി. പുള്ളി പറയുന്നത് അവിടെ ബോട്ട് സർവീസോ എന്തോ കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. അപ്പം ഇവിടെ എത്തിയപ്പോൾ കണ്ടോ നല്ലൊരു എക്കോ സ്പോർട്സ് ആക്ടിവിറ്റീസ് ആണ്. എക്കോ സ്പോർട്സ് ആക്ടിവിറ്റീസിൻ്റെ ഒരു സംഭവമുണ്ട്. എന്തായാലും കൊള്ളാം, അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. പുള്ളി പറഞ്ഞത് വൈകുന്നേരമൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇവിടുത്തെ തിരക്കെല്ലാം കൂടും, നല്ല തിരക്കാവുമെന്ന് പറഞ്ഞത്. ഞാൻ പോയപ്പോൾ അത്ര തിരക്കില്ലായിരുന്നു, പക്ഷെ പുള്ളി പറഞ്ഞത് കുറച്ചും കൂടെ കഴിയുമ്പോൾ നല്ല തിരക്കായിരിക്കും എന്ന് പറഞ്ഞത്. നമ്മളെ ബീച്ചിൻ്റെ വേറെ സൈഡിലേക്ക് വന്നു. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. കൊള്ളാം, നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ബീച്ചാണ്, ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ളതാണ്. ശരിക്കും ഒരു ഗോവൻ ടൈപ്പിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ടൂറിസ്റ്റ് ഇവിടെയൊക്കെ എന്തൊക്കെ കെട്ടിടങ്ങളൊക്കെ പണിയുന്നുണ്ട്. ബീച്ചിൻ്റെ ഭാഗമായിട്ടല്ലെന്ന് തോന്നുന്നു, വേറെ എന്തൊക്കെയോ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു ബീച്ചാണ്. ബീച്ചിൻ്റെ എൻഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആളുകൾ നമ്മുടെ മീനൊക്കെ പിടിച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്നുണ്ട്. മീനിൻ്റെ നല്ല പച്ച മീനൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. കണ്ടോ, അത് കൊള്ളാം. മീൻ കച്ചവടത്തിൻ്റെ ഒരു ഏരിയ ഉണ്ട് അതിൻ്റെ എൻഡിൽ, ബീച്ചിൻ്റെ ഒരു എൻഡിലേക്ക് വരുന്ന സമയത്ത് കാണാം. ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഡ്രെഡ്ജിങ് വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഈ സ്ഥലത്തും ബീച്ച് നല്ല അടിപൊളിയായിട്ടൊക്കെ കെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്, കുറച്ച് ഭംഗിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കാം. എന്തായാലും നമ്മൾ ആ ബീച്ചിൻ്റെ ഒരു ഏരിയ, പൊഴിക്കര ബീച്ച് ഹരിത വിനോദസഞ്ചാര കേന്ദ്രം എന്നൊക്കെ ആയിട്ടുണ്ട്. ചെറിയ ചെറിയ കടകളുണ്ട്. സോ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് വരാൻ പറ്റിയൊരു സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ ആ ബീച്ചിൻ്റെ എൻഡിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ കാഴ്ചയാണ്. അപ്പോൾ ഈ ബീച്ചിൻ്റെ കാഴ്ചയുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.